141. The course name is Urban Sociology. ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ ഇതിൽ കൂടി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ദ ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് അർബൻ സോഷ്യോളജി. അർബൻ സോഷ്യോളജിയുടെ ആരംഭവും അതിൻ്റെ പുരോഗതിയും വളർച്ചയും. പിന്നെ എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ചിക്കാഗോ സ്കൂൾ ആൻഡ് ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ടു ദ ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് അർബൻ സോഷ്യോളജി. ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് അർബൻ സോഷ്യോളജിയിൽ ചിക്കാഗോ സ്കൂളിൻ്റെ കോൺട്രിബ്യൂഷൻസ്. പിന്നെ ലാസ്റ്റ് ഡിസ്ക്രൈബ് സബ്ജക്ട് മാറ്റർ ആൻഡ് സ്കോപ്പ് ഓഫ് അർബൻ സോഷ്യോളജി. അർബൻ സോഷ്യോളജിയുടെ സബ്ജക്ട് മാറ്റർ എന്തൊക്കെയാണ്, അതിൻ്റെ സ്കോപ്പ് എന്താണ്, അതായത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അർബൻ സോഷ്യോളജി. ഈ ഭാഗത്തെ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അർബൻ സോഷ്യോളജി എപ്പോഴും പരീക്ഷയ്ക്ക് ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. The word urban is derived from the Latin word urbanus, meaning belonging to a city. അപ്പോൾ വേർഡ് അർബൻ അത് ഡിറൈവ്ഡ് ഫ്രം എ ലാറ്റിൻ വേർഡിൽ അർബാനസ് എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് അർബൻ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മീനിങ് ബിലോങ്ങിങ് ടു എ സിറ്റി, ഒരു സിറ്റി ആയിട്ട് ബന്ധപ്പെട്ടത്. ബിലോങ്ങിങ് ടു അതിൽ ഉൾക്കൊള്ളുന്നത് ബിലോങ്ങിങ് ടു എ സിറ്റി. അർബൻ റെഫേഴ്സ് ടു എ സിറ്റി ഓർ ടൗൺ വിച്ച് ഈസ് ഡയറക്ട്ലി ഓപ്പോസിറ്റ് ടു വില്ലേജ് ഓർ കൺട്രി. ഒരു ഗ്രാമം അല്ലെങ്കിൽ ഗ്രാമപ്രദേശം അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഏരിയ, അതായത് സിറ്റി അല്ലെങ്കിൽ ടൗൺ, അതുമായിട്ട് ബന്ധപ്പെട്ടത് സിറ്റി, ടൗൺ അങ്ങനെയുള്ള ഭാഗം, നഗരം, അങ്ങനെയുള്ളതിനെയാണ് അർബൻ എന്നുള്ള വാക്ക് റെഫർ ചെയ്യണത്. അർബൻ sociology deals with the impact of city life on social actions, social relationships, social institutions, and the types of civilization derived from and based on urban modes of ലിവിങ്. അപ്പോൾ അർബൻ സോഷ്യോളജി ഡീൽ ചെയ്യണ എന്തിനെയൊക്കെ കുറിച്ചാണ്? ദ ഇമ്പാക്റ്റ് ഓഫ് സിറ്റി ലൈഫ് ഓൺ സോഷ്യൽ ആക്ഷൻസ്, സോഷ്യൽ ആക്ഷൻസിൻ്റെ ഇമ്പാക്റ്റ് സിറ്റി ലൈഫിൽ. ഇനി സോഷ്യൽ റിലേഷൻഷിപ്സ്, അതുപോലെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ടൈപ്സ് ഓഫ് സിവിലൈസേഷൻ ഡിറൈവ്ഡ് ഫ്രം ആൻഡ് ബേസ്ഡ് ഓൺ അർബൻ മോഡ്സ് ഓഫ് ലൈഫ്. അർബൻ മോഡ്സ് ഓഫ് ലൈഫിൽ വന്ന ഈ വക കാര്യങ്ങൾ, അതായത് സോഷ്യൽ റിലേഷൻഷിപ്പ്, സോഷ്യൽ ആക്ഷൻസ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ കൂടാതെ ടൈപ്സ് ഓഫ് സിവിലൈസേഷൻ ഡിറൈവ്ഡ് ഫ്രം ആൻഡ് ബേസ്ഡ് ഓൺ അർബൻ മോഡ്സ് ഓഫ് ലിവിങ്. ഇതൊക്കെയാണ് ഈ അർബൻ സോഷ്യോളജി ഡീൽ ചെയ്യണ കാര്യങ്ങൾ. ഇറ്റ് അറ്റംപ്റ്റ്സ് ടു സ്റ്റഡി ദ സ്ട്രക്ചേഴ്സ്, പ്രോസസ്സസ്, changes and problems of urban areas and to provide input for planning and policy making. അപ്പോൾ ഇറ്റ് അറ്റംപ്റ്റ്സ്, ഈ അർബൻ സോഷ്യോളജി അതിൻ്റെ സ്റ്റഡി അറ്റംപ്റ്റ്സ് ടു സ്റ്റഡി ദ സ്ട്രക്ചേഴ്സ്, അതിൻ്റെ ആ ഭാഗങ്ങളുടെ സ്ട്രക്ചർ പഠിക്കാൻ, പ്രോസസ്സസ് പഠിക്കാൻ, ചേഞ്ചസ് അതുമൂലം ഉണ്ടാകുന്ന, അർബനൈസേഷൻ മൂലം ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് ആ വക കാര്യങ്ങൾ പഠിക്കുക. അതുപോലെ അർബൻ ഏരിയയിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാവും, അപ്പോൾ പ്രോബ്ലംസ് എന്തെല്ലാമാണ് അവിടെ വരുന്നത്. അതുപോലെ ടു പ്രൊവൈഡ് ഇൻപുട്ട് ഫോർ പ്ലാനിങ് ആൻഡ് പോളിസി മേക്കിംഗ്, വീണ്ടും പുരോഗതിയിലേക്ക് പോകാനായിട്ട് വേണ്ട പ്ലാനിങ്, പോളിസി മേക്കിംഗ്, അതൊക്കെ എന്തൊക്കെയാണെന്നാണ് ഈ കാര്യങ്ങളൊക്കെയാണ് ഈ അർബൻ സോഷ്യോളജിയിൽ നാം പഠിക്കുന്നത്. ഇനി മീനിങ് ഓഫ് അർബൻ സോഷ്യോളജി. The nature and scope of urban sociology, however, is vast and multi-dimensional. ആ സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അർബൻ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ളത്. ഈസ് വാസ്റ്റ് ആൻഡ് മൾട്ടി ഡൈമെൻഷനൽ, പല മുഖങ്ങളിലൂടെ കാണേണ്ടതുമാണ്. ഇറ്റ് ഡീൽസ് വിത്ത് ഓൾമോസ്റ്റ് ഓൾ ദ ആസ്പെക്ട്സ് ഓഫ് സിറ്റി ലൈഫ്. സിറ്റി ലൈഫിൻ്റെ എല്ലാ വശങ്ങളെ കുറിച്ചും ഈ അർബൻ സോഷ്യോളജിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ദ സിറ്റി ഈസ് നോട്ട് മിയർലി ദ പോയിന്റ് അറ്റ് വിച്ച് ഗ്രേറ്റ് നമ്പേഴ്സ് ഓഫ് പീപ്പിൾ ആർ കോൺസെൻട്രേറ്റഡ് ഇൻ ലിമിറ്റഡ് സ്പേസ്. ചുരുങ്ങിയ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ താമസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ, ബട്ട് ഈസ് ഓൾസോ എ കോംപ്ലക്സ് ഹെട്രോജിനിറ്റീസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ്, കോംപ്ലക്സ് ഹെട്രോജിനിറ്റി. സങ്കീർണമായിട്ടുള്ള വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് സിറ്റി. അപ്പോൾ പല ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു സ്ഥലത്ത് ഒന്നുകൂടുമ്പോൾ പലതരം വ്യത്യാസങ്ങൾ, പല വൈവിധ്യങ്ങളൊക്കെ ഉണ്ടാവും. അത് വളരെ സങ്കീർണമായിട്ടുള്ളതുമായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ സിറ്റിയിലുള്ള ആളുകളുടെ അല്ലെങ്കിൽ അർബൻ ഏരിയയിലുള്ള ഹ്യൂമൻ ബീയിങ്സിനുള്ളത്. In this respect, the city represents perhaps the most striking contrast to the social entities that we call primitive, folk and peasant societies. അപ്പോൾ സിറ്റിയിൽ
ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. പ്രിമിറ്റീവ് എന്നുണ്ട്, ഫോൾക്ക്. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളെ പുരാതനമായിട്ടുള്ളത്, അതുപോലെ ഫോൾക്ക് നാടോടികളുടെ പോലത്തെ ഉള്ളൊരു ജീവിതം, പീസൺ സൊസൈറ്റീസ്, കൃഷി സൊസൈറ്റീസ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒക്കെ ഇമ്പാക്റ്റ് ഇവിടെ ഈ സിറ്റി ലൈഫിൽ വരുന്നുണ്ട്. Consequently, the methods adapted to the understanding of the population of the metropolises are strikingly different from those suited to simpler and more homogeneous societies. അപ്പം ഗ്രാമപ്രദേശം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഹോമോജീനിയസ്, ഒരേപോലെയുള്ള ജീവിത രീതികൾ തുടർന്നുകൊണ്ട് വരുന്ന ഒരു സ്ഥലമാണ് ഗ്രാമപ്രദേശങ്ങൾ, വില്ലേജസ് എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷേ സിറ്റി ലൈഫ് അങ്ങനെയല്ല. അവിടെ ഹെട്രോജീനിറ്റിയാണ്, അവിടെ കോംപ്ലക്സ് ഹെട്രോജീനിറ്റിയാണ് എല്ലാ കാര്യത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള വൈവിധ്യമുള്ള ഒരു സ്ഥലമാണ് അത്. വിഭിന്ന തരക്കാരും വിഭിന്ന സ്വഭാവമുള്ളതും വിഭിന്ന ജീവിത രീതികളെ ആശ്രയിക്കുന്നവരുടെ ഒരു സങ്കേതം കൂടിയാണ് ഈ അർബൻ ഏരിയ എന്ന് പറഞ്ഞാൽ. ദിസ് അക്കൗണ്ട്സ് ഫോർ ദ ഫാക്ട് ദാറ്റ് ഇൻ അറ്റംപ്റ്റിംഗ് ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റി വി ഹാവ് ഹാഡ് ടു റിസോർട്ട് ടു എക്സ്റ്റെൻസീവ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻക്വയറീസ് ടു ഡിറ്റർമിൻ ദ ഹ്യൂമൻ എലിമെന്റ്സ് ഓഫ് ഇറ്റ് ഈസ് കമ്പോസ്ഡ്. They differ as do all societies in sex and age. അപ്പോൾ എന്തിലൊക്കെയാണ് ഈ സൊസൈറ്റിയിൽ അർബൻ ഏരിയയിലുള്ള വ്യത്യാസങ്ങളെന്ന്? ഇൻ സെക്സ് ആൻഡ് ഏജ്, ബട്ട് ദേ ഷോ പെക്യൂലിയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഏജ് ആൻഡ് സെക്സ് ഗ്രൂപ്സ് ആൻഡ് ഗ്രേറ്റ് വേരിയേഷൻസ് ഇൻ ദിസ് റെസ്പെക്ട്സ് as we pass from area to area. They differ widely from one another in occupation in view of the more extensive division of labor which the growth of market and has made possible. അപ്പോൾ സിറ്റി ലൈഫും അതുപോലെ വില്ലേജ് ലൈഫും കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെയേറെ വ്യത്യാസങ്ങളാണ് രണ്ട് സ്ഥലത്തും. വേഷവിധാനങ്ങൾക്ക് വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ ജീവിത രീതികൾക്ക് വ്യത്യാസമുണ്ട്, തൊഴിൽ ചെയ്യുന്ന രീതികൾക്ക്, ട്രാവലിംഗ്, താമസം, എല്ലാ കാര്യങ്ങളിലും രണ്ട് സ്ഥലങ്ങളിലും വിഭിന്നത വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. ദേ ഡിഫർ ഇൻ വെൽത്ത് ആൻഡ് ഇൻ ഇൻകം, റേഞ്ചിങ് ഫ്രം ദ എക്സ്ട്രീം ഓഫ് എഫ്ലുവൻസ് ടു ദ ഡെപ്ത് ഓഫ് ദ ഡയറസ്റ്റ് പോവർട്ടി ആൻഡ് ഇൻസെക്യൂരിറ്റി. അപ്പോൾ അവിടെ വെൽത്തും ഇൻകം ഒക്കെ കൂടുതലും ആയിരിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ പോവർട്ടിയും ഉണ്ടാകും ഒരു ഭാഗത്ത്, അതുപോലെ സെക്യൂരിറ്റി ഒരു ഭാഗത്ത് നന്നായിട്ടുണ്ടെങ്കിൽ മറ്റേ ഭാഗത്ത് ഇൻസെക്യൂരിറ്റി ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒന്നാണ് സിറ്റി ലൈഫ് എന്ന് പറയുന്നത്. സിറ്റി മോറോവർ ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് ഫോക്കൽ പൊസിഷൻ ഇൻ ദ കോംപ്ലക്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റിക് സിവിലൈസേഷൻ ഹാസ് അട്രാക്റ്റഡ് വിത്തിൻ ഇറ്റ്സ് കൺഫൈൻസ് the racial and ethnic stocks of all the world and has more or less amalgamated them and blended their traits into a new aggregate of hybrids, here mingling with one another and their strengthening themselves from one another. അപ്പോൾ ഒരു സിറ്റിയിലെ ലൈഫ് എന്ന് പറയുന്നത് പല സ്വഭാവക്കാരൊക്കെ കൂടി ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരു ലൈഫാണ്. അപ്പോൾ പല രീതിയിലുള്ള ട്രെയ്റ്റ്സ് അവിടെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഓരോ ആളുകൾക്കും ഓരോ ആളുകളുടെ ജീവിത രീതി, ജോലി, ജീവിത രീതികൾ, വേ ഓഫ് ലൈഫ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിനെ ഒരു കോംപ്ലക്സ് heterogeneity എന്ന് പറയുന്നത്. ദിസ് heterogeneity of the human materials in the cities at once a source of ferment and stimulation and of the frictions and conflicts that characterize modern society. അപ്പോൾ മോഡേൺ സൊസൈറ്റീനെ കാണിക്കുമ്പോൾ ഈ സിറ്റി ലൈഫിൽ അതിൽ അവിടെ നല്ല രീതിയിലുള്ള ജീവിതവും പോകുന്നുണ്ട്, അതുപോലെ ഒത്തിരി പ്രോബ്ലംസും അവിടെ കാണാൻ പറ്റും നമുക്ക്. അപ്പം ഇത് രണ്ടും കൂടി അമാഗമലേറ്റ് അല്ലെങ്കിൽ ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരു ലൈഫാണ് സിറ്റി ലൈഫ് എന്ന് പറയുന്നത്. ഇനി എമർജൻസ് ഓഫ് അർബൻ സോഷ്യോളജി. ഈ അർബൻ സോഷ്യോളജിയുടെ ഉദയം എങ്ങനെയുണ്ടായെന്ന് നോക്കാം. അർബൻ സോഷ്യോളജി എമർജ്ഡ് ആസ് എ ഡിസ്റ്റിങ്ക്റ്റ് ബ്രാഞ്ച് ഓഫ് സോഷ്യോളജി അറൌണ്ട് ഏർലി 20th century ഇൻ ദ വെസ്റ്റ്. വെസ്റ്റിൽ ഏതാണ്ട് 20th century, അതായത് ആഫ്റ്റർ ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, അപ്പോഴാണ് അർബൻ സോഷ്യോളജിയുടെ ഉദയം, സോഷ്യോളജിയുടെ ഒരു ബ്രാഞ്ചായിട്ട് ഉണ്ടായത്. ഇറ്റ് ബിക്കം പോപ്പുലർ ഇൻ അമേരിക്ക. അമേരിക്കയിലാണ് ഇത് കൂടുതൽ പോപ്പുലർ ആയത്. അമേരിക്കയിലുള്ള തന്നെ സിറ്റി സച്ച് ആസ് ചിക്കാഗോ ബിക്കം ദ ഹബ് ഓഫ് അർബൻ സോഷ്യോളജി. അർബൻ സോഷ്യോളജിയുടെ ആ പരിപാലന കേന്ദ്രം എന്ന് പറയുന്നത് ചിക്കാഗോ എന്നുള്ളത് അമേരിക്കയിലെ ഒരു സിറ്റിയാണ്. ദ സോഷ്യൽ ചേഞ്ചസ് കോസ്ഡ് ബൈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് സിറ്റീസ് മോട്ടിവേറ്റഡ്
സോഷ്യൽ സയൻറ്റിസ്റ്റ് ടു മേക്ക് ദ സിറ്റി ദ സബ്ജക്ട് മാറ്റർ ഓഫ് സ്റ്റഡി. അപ്പോൾ സോഷ്യൽ ചേഞ്ചസ്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ മൂലം ധാരാളം സോഷ്യൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സോഷ്യൽ ചേഞ്ചസിനെ കുറിച്ച് പഠിക്കാനായിട്ടും സിറ്റീസിൻ്റെ ഡെവലപ്മെൻറ്റിന് എന്തൊക്കെ അത്യാവശ്യമുണ്ട്, സിറ്റി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ അർബൻ സോഷ്യോളജി കൂടി മനസ്സിലാക്കുന്നുണ്ട്. ഡ്യൂ ടു ദ റാപ്പിഡ് പ്രോസസ് ഓഫ് അർബനൈസേഷൻ ദാറ്റ് took place from the late 19th century through the first part of the 20th century, urban sociology emerged as an attempt to understand these processes. അപ്പോൾ എന്തൊക്കെ ഡെവലപ്മെൻ്റ് ആണ് പഴയ കാലഘട്ടത്തിൽ നിന്ന് 19ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ ഉണ്ടായത്, പിന്നെ അവിടെ നിന്ന് 20ാം നൂറ്റാണ്ട് വരെ എത്തിയപ്പോൾ എന്തുമാത്രം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, ഇതൊക്കെയാണ് നമ്മൾ അർബൻ സോഷ്യോളജിയിൽ പഠിക്കുന്നത്. എമർജ്ഡ് ആസ് ആൻ അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് പ്രോസസ് ആൻഡ് ദ കോൺസിക്വൻസസ് ദാറ്റ് ഇറ്റ് ഹാഡ് ഫോർ സോഷ്യൽ ലൈഫ്. സോഷ്യൽ ലൈഫിൽ ഈ മനുഷ്യൻ്റെ പുരോഗതി മൂലം എന്തൊക്കെ കാര്യങ്ങളിലാണ് വ്യതിയാനം ഉണ്ടായത്, ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ അർബൻ സോഷ്യോളജി കൂടി ഡീൽ ചെയ്യേണ്ടത്. അറ്റ് ദ കോർ ഓഫ് ദിസ് ഫീൽഡ് വാസ് ദ ഇൻക്രീസിംഗ്ലി പ്രൊമിനൻ്റ് ആൻഡ് റാപ്പിഡ്ലി ഗ്രോയിങ് അമേരിക്കൻ സിറ്റി. അപ്പോൾ അമേരിക്കൻ സിറ്റിയിലുണ്ടായ ആ റാപ്പിഡ് ഗ്രോത്ത്, അതിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ, ഇതിൻ്റെ സെൻറ്ററായിട്ടുള്ള ഈ അർബനൈസേഷൻ്റെ സെൻറ്ററിൽ കോർ ഓഫ് ദിസ് ഫീൽഡ് ആയിട്ട് കണക്കാക്കുന്നത്. ഇനി അണ്ടർസ്റ്റാൻഡിങ് അർബനൈസേഷൻ. അർബനൈസേഷൻ ക്യാൻ ബി ഡിഫൈൻഡ്. ഇനി അർബനൈസേഷൻ അല്ലെങ്കിൽ നഗരവൽക്കരണം എന്ന് പറഞ്ഞാൽ നിർവചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ആസ് എ പ്രോസസ് വിച്ച് റിവീൽസ് ഇറ്റ് സെൽഫ് ത്രൂ ടെമ്പറൽ, സ്പാറ്റിയൽ ആൻഡ് സെക്ടറൽ ചേഞ്ചസ് ഇൻ ദ social, economic, technological and environmental aspects of life in a given society. ഒരു സൊസൈറ്റിയിലുള്ള ഡെമോഗ്രാഫിക്, ജനസംഖ്യാപരമായിട്ടുള്ളത്, സാമൂഹികമായിട്ടുള്ളത്, എക്കണോമിക് ആയിട്ടുള്ളത്, ടെക്നോളജിക്കൽ ആയിട്ടുള്ളത്, എൻവയറമെൻ്റൽ ആസ്പെക്ട്സ്, അങ്ങനെ ഉള്ളിടത്തൊക്കെ ഉണ്ടായിരുന്ന അഭിവൃദ്ധി മുഴുവനും കൂടി നമുക്ക് ഈ അർബനൈസേഷൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്ത് കാണിക്കാൻ പറ്റും. അർബനൈസേഷൻ ഈസ് എ പ്രോഗ്രസീവ് concentration of population in urban areas. These changes manifest themselves in the increasing concentration of population in human settlements larger than villages, in the increasing involvement of the people in the secondary and tertiary production functions, and in the progressive adoption of certain social traits which are typical of traditional rural society. അപ്പോൾ ടിപ്പിക്കൽ റൂറൽ സൊസൈറ്റിയിൽ സാധാരണ അവിടുത്തെ ഒരു ഉദ്യോഗം എന്ന് പറഞ്ഞാൽ അത് കൃഷി ബേസ്ഡ് ആയിട്ടുള്ളതാണ്. പക്ഷേ അർബൻ ഏരിയയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഉദ്യോഗങ്ങൾ, പല രീതിയിലുള്ള തൊഴിലുകൾ ആണ് കാണുന്നത്. അത് കൂടുതൽ ഡെവലപ്ഡ് രൂപത്തിലുള്ളത്. അപ്പം അങ്ങനെ ആ വ്യവസായവൽക്കരണത്തിൻ്റെ ആ വളർച്ച ആകെ ആ ഏരിയനെ മുഴുവനും ബാധിക്കും. അവരുടെ ജീവിത രീതിയിൽ, അവരുടെ ഇൻകത്തിന്, അതുപോലെ അവരുടെ എല്ലാ പ്രവൃത്തികളെയും ബാധിക്കും. ഇപ്പം ഗ്രാമപ്രദേശത്ത് നോക്കുകയാണെങ്കിൽ നേരത്തെയൊക്കെ ഒരു പ്രത്യേക സമയത്ത് ഉണരുക, അതുപോലെ പ്രത്യേക സമയത്ത് കിടക്കുക, അങ്ങനെയുള്ളതാണ്. പക്ഷേ നഗരത്തിലോട്ട് വരുമ്പോൾ ആ ടൈം ഷെഡ്യൂളൊക്കെ അങ്ങ് മാറുകയാണ്. ഫുൾ ടൈം വർക്ക് എന്നുള്ള പോലെയൊക്കെ ഇപ്പോൾ ബാംഗ്ലൂർ സിറ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ സമയവും ഉണർന്നിരിക്കുന്ന ഒരു സിറ്റി ആയിട്ടാണ്, പ്രവർത്തിക്കുന്ന ഒരു സിറ്റി ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ആ ഡെവലപ്മെൻ്റ് ഒക്കെ ഇതിനെല്ലാം ബേസ് ആയിട്ടുള്ളത് ഈ അർബനൈസേഷനാണ്. ആഫ്റ്റർ ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, സോഷ്യോളജി സച്ച് ആസ് മാക്സ് വെബർ ആൻഡ് ജോർജ് സൈമൺ began to focus on the accelerating process of urbanization and the effects it had to feeling of social alienation and anonymity. അപ്പോൾ ആഫ്റ്റർ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സോഷ്യോളജിസ്റ്റ്, അതിൽ പ്രമുഖരായിട്ടുള്ളത് മാക്സ് വെബർ, ജോർജ് സൈമൺ എന്നിവരാണ് ഈ അർബനൈസേഷൻ്റെ കാര്യം കൂടുതൽ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നത്. നോട്ടബിളി ജോർജ് സൈമൺ ഈസ് വൈഡ്ലി കൺസിഡേർഡ് ദ ഫാദർ ഓഫ് അർബൻ സോഷ്യോളജി. അർബൻ സോഷ്യോളജിയുടെ ഫാദർ എന്ന് അറിയപ്പെടുന്നത് ജോർജ് സൈമണിനെയാണ്. ദ ഏർലി 3 സോഷ്യോളജിക്കൽ ക്ലാസിക്സ് ഓൺ അർബൻ സോഷ്യോളജി വേർ. അപ്പോൾ ആദ്യത്തെ 3 സോഷ്യോളജിക്കൽ ക്ലാസിക്സ് എന്ന് പറയുന്നത് അർബൻ സോഷ്യോളജിയിലുള്ളത്, ഒന്ന് ജി സൈമൾ, അടുത്ത ഡൈ ഗ്രോസ്റ്റേറ്റ് ആൻഡ് ഗെസ്റ്റൽബൻ 1903, പിന്നെ മാക്സ് വെബർ, ഡൈ സ്റ്റാർട്ട് 1921, ആൻഡ് ആർ മൊരിയർ ലീ വില്ലേജ് ഇറ്റ് ലാ വില്ലെ
അത് 1929 ഇവരൊക്കെയാണ് ഈ അർബൻ സോഷ്യോളജിനെ ലോകത്തിലേക്ക് കാണിച്ചു കൊടുത്തതിൽ പ്രമുഖരായിട്ടുള്ളത്. ഹവർ ദ റിയൽ ഇമ്പറ്റസ് കെയിം ഫ്രം റോബർട്ട് ടി പാർക്ക്. റോബർട്ട് ടി പാർക്കിന്റെ പ്രവൃത്തിയാണ് ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു ആർട്ടിക്കിളാണ് ദ സിറ്റി എന്നുള്ളത്, വിച്ച് ഹെറാൾഡഡ് ദ കമ്മിങ് ഓഫ് എ ന്യൂ എറ. ഒരു പുതിയ യുഗത്തിന്റെ പിറവി ഈ സിറ്റി എന്നുള്ള ആർട്ടിക്കിളിൽ കൂടി അദ്ദേഹം പ്രതിപാദിച്ച്. വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ അമേരിക്കൻ ജേർണൽ ഓഫ് സോഷ്യോളജി ഇൻ 1915. ഇത് ആദ്യം പബ്ലിഷ് ചെയ്തത് ഒരു അമേരിക്കൻ ജേർണൽ ഓഫ് സോഷ്യോളജി, സോഷ്യോളജിയുടെ ഒരു അമേരിക്കൻ ജേർണലിലാണ് ദ സിറ്റി എന്നുള്ള അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ 1950 പ്രസിദ്ധീകരിച്ചത്. ഇത് അർബൻ സോഷ്യോളജിയുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായം ചെയ്തിട്ടുള്ള ഒന്നാണ്. അറ്റ് ദാറ്റ് ടൈം ഇറ്റ് റിസീവ്ഡ് ലിറ്റിൽ അറ്റൻഷൻ. ആദ്യ സമയത്ത് വളരെ കുറച്ച് ശ്രദ്ധ അതിന് കിട്ടിയുള്ളെങ്കിലും സോഷ്യോളജി വാസ് സ്റ്റിൽ എ ജനറൽ സയൻസ് വിത്തൗട്ട് മച്ച് സ്പെഷ്യലൈസേഷൻ. അപ്പോഴും സോഷ്യോളജി ഒരു ജനറൽ സയൻസ് പോലെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇൻഡീഡ് ഇറ്റ് വാസ് സ്റ്റിൽ ട്രൈയിങ് ഫോർ റെക്കഗ്നേഷൻ വിച്ച് ഇസ് ഗെയിൻഡ് ക്വൈറ്റ് സ്ലോലി. പിന്നെ സാവകാശത്തിൽ സോഷ്യോളജിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനം ലഭിക്കേണ്ടത്. ദ ഇയർ 1925 മാർക്സ് ദ ടേണിംഗ് പോയിന്റ്. 1925 ആ ടേണിംഗ് പോയിന്റ് ആയിട്ട് കണക്കാക്കുന്നത്. പാർക്ക് റീപബ്ലിഷ്ഡ് ഹിസ് ആർട്ടിക്കിൾ ടുഗെദർ വിത്ത് അതർ കോൺട്രിബ്യൂഷൻ. മറ്റ് സംഭാവനകളോടുകൂടി പാർക്ക് തൻ്റെ ആദ്യത്തെ ആർട്ടിക്കിൾ ദ സിറ്റി എന്നുള്ളത് അദ്ദേഹം വീണ്ടും പബ്ലിഷ് ചെയ്ത് ഇൻ എ സ്മോൾ ബുക്ക് ദ സിറ്റി. ഇൻ ദ ഫോളോയിങ് ഇയർ, അത് കഴിഞ്ഞുള്ള വർഷങ്ങളിൽ, ഹി ആൻഡ് ഹിസ് കോ എഡിറ്റർ ബർജസ് പബ്ലിഷ്ഡ് എ സിമിലർ വോളിയം ഓഫ് ഷോർട്ട് ആർട്ടിക്കിൾ കോൾഡ് ദ അർബൻ കമ്മ്യൂണിറ്റി. അപ്പോൾ അതിന് ശേഷം അദ്ദേഹവും പിന്നെ കോ എഡിറ്റർ ബർജസും കൂടി ചേർന്നിട്ട് അർബൻ കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു ആർട്ടിക്കിളും കൂടി പബ്ലിഷ് ചെയ്ത്. ദ റെസ്പോൺസ് വാസ് റിമാർക്കബിൾ. അപ്പൊ ഈ അർബൻ കമ്മ്യൂണിറ്റി എന്നുള്ള ആ ആർട്ടിക്കിളിനോടുണ്ടായ റെസ്പോൺസ് വളരെ ശ്രദ്ധാർഹമായിട്ടുള്ളതായിരുന്നു. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഓൺ അർബൻ സോഷ്യോളജിയെ കുറിച്ചുള്ള ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് പ്രത്യക്ഷപ്പെട്ടത് 1929 അപ്പം തുടങ്ങി അതിൻ്റെ വളർച്ചയും നന്നായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി. It is, however, important to mention that the status of urban sociology is closely related to the level of development and urbanization of a particular nation. അതുപോലെ തന്നെ ചിക്കാഗോ സ്കൂള്, അത് അർബൻ സോഷ്യോളജിയുടെ ഡെവലപ്മെന്റിന് വളരെ സഹായകമായിട്ടുള്ളതാണ്. അത് കുറേ സോഷ്യോളജിസ്റ്റ് ഒന്നിച്ച് ചേർന്നിട്ട് പ്രത്യേകമായിട്ട് നടത്തിയ ഒരു കാര്യമാണ്. അത് ചിക്കാഗോ സിറ്റിയിൽ തന്നെയാണ് അതിൻ്റെ എമർജൻസും. അർബൻ സോഷ്യോളജി ഇൻ ഇന്ത്യയിൽ അർബൻ സോഷ്യോളജിയുടെ ഉദയം എങ്ങനെയാണെന്ന്. അർബൻ സ്റ്റഡീസ് വാസ് ഫസ്റ്റ് ഇനിഷ്യേറ്റഡ് ബൈ എ പോപ്പുലർ സോഷ്യൽ സയൻറ്റിസ്റ്റ് പാട്രിക് ജഡേഴ്സ് ഇൻ ദ യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ ഇൻ 1915. മുംബൈയിൽ 1950 ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പേര് പാട്രിക് ജഡേഴ്സ് ആണ്, ആദ്യമായിട്ട് അർബൻ സോഷ്യോളജിയുടെ പഠനം ആരംഭിച്ചത്. ലേറ്റർ ദ സ്റ്റഡി ഓഫ് അർബൻ problems was also taken up by geographers and sociologists in 1920. അതിനുശേഷം 1915 ശേഷം 1920 ജിയോഗ്രാഫേഴ്സും സോഷ്യോളജിസ്റ്റും ഒക്കെ ഈ അർബൻ പ്രോബ്ലത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. However, substantial progress in research on urban problem was done in the post independence period. എന്നാൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിലാണ്, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഗവേഷണവും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയത്. The Indian Council of Social Science Research, അതായത് ICSSR, the Indian Council of Social Science Research sponsored research on urban problems in areas of geography, sociology, economics, public administration, etc. Due to very low level of urbanization, the distinction between rural and urban sociology was not meaningful in India. എന്നാൽ rural അതുപോലെ അർബൻ സോഷ്യോളജിയും തമ്മിൽ ഡിസ്റ്റിങ്ഷൻ പറയത്തക്ക രീതിയിൽ ഉണ്ടായിരുന്നില്ല ഇന്ത്യയിൽ. കാരണം ഇന്ത്യയിലെ ലെവൽ ഓഫ് അർബനൈസേഷൻ ആ കാലത്തിൽ വളരെ സാവകാശത്തിലുള്ളതായിരുന്നു. ഇൻ അഡീഷൻ ദർ വാസ് നോ ഡിക്കോട്ടമി ബിറ്റ്വീൻ ദ ട്രഡീഷണൽ സിറ്റി ആൻഡ് ദ വില്ലേജ് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, as both
were having the elements of same civilization such as caste, kinship, family. അപ്പൊ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഗ്രാമത്തിന് നോക്കിയാലും അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിൽ നോക്കിയാലും കാസ്റ്റ്, കിൻഷിപ്പ്, ഫാമിലിയൊക്കെ എല്ലായിടത്തും ഉണ്ട്. അതുപോലെ ഒരേ സിവിലൈസേഷനും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ആ അർബനൈസേഷൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് അത്ര വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ലായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. എന്നാൽ ഇറ്റ് വാസ് ഓൺലി ആഫ്റ്റർ ദ 1951 സെൻസസ്, 1951 എടുത്ത സെൻസസിൽ വിച്ച് ഇൻഡിക്കേറ്റഡ് എ ഹൈ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് അർബൻ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ ദാറ്റ് സോഷ്യൽ സയൻറ്റിസ്റ്റ് ബിഗാൻ ടു ടേക്ക് എ റിയൽ ഇൻട്രസ്റ്റ് ഇൻ അർബൻ സ്റ്റഡീസ്. അപ്പോൾ 1951 സെൻസസ് അനുസരിച്ച് നോക്കിയപ്പോൾ അർബനൈസേഷൻ വളരെ മുന്നോട്ട് പോകുന്നതായിട്ട് കണ്ട്. അപ്പോൾ ദ ഗ്രോത്ത് ഓഫ് അർബൻ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ ദാറ്റ് സോഷ്യൽ സയൻറ്റിസ്റ്റ് ബിഗാൻ ടു ടേക്ക് എ റിയൽ ഇൻട്രസ്റ്റ് ഇൻ അർബൻ സ്റ്റഡീസ്. അപ്പോൾ അർബൻ സ്റ്റഡീസിനെ കുറിച്ച് സോഷ്യൽ സയൻറ്റിസ്റ്റ് കൂടുതൽ പഠിക്കാൻ താല്പര്യരാകുകയും ചെയ്തതോടെ ദ ഇൻട്രസ്റ്റ് കണ്ടിന്യൂഡ് unabated during the 70s. Consequently, urban sociology gained importance. അപ്പോൾ ക്രമേണ അർബൻ സോഷ്യോളജിയുടെ ഇമ്പോർട്ടൻസ് കൂടി വന്നു. ആൻഡ് പ്രോബ്ലംസ് ഓഫ് റൂറൽ അർബൻ മൈഗ്രേഷൻ. അപ്പോൾ അതിനോടനുബന്ധിച്ച് പ്രോബ്ലംസ് ഓഫ് റൂറൽ അർബൻ മൈഗ്രേഷൻ, റൂറലിൽ നിന്ന് അർബൻ സ്ഥാനത്തേക്ക് വരുന്ന കുടിയേറ്റം മൂലം ഉണ്ടാകുന്ന പ്രോബ്ലംസ്, അതുപോലെ അർബൻ ഡെവലപ്മെന്റ് ആൻഡ് അതർ റിലേറ്റഡ് ഏരിയാസ് സച്ച് ആസ് ഡെമോഗ്രഫി, നൈബർഹുഡ്സ്, സ്ലംസ്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ, എത്നിക് കോൺഫ്ലിക്റ്റ് ആൻഡ് മൂവ്മെന്റ്സ്, കിൻഷിപ്പ്, റിലീജിയൻ, പൊളിറ്റിക്സ്, എക്കണോമി, സോഷ്യൽ പ്രോബ്ലംസ് and impact of urbanization on rural areas attracted the attention of the sociologist and social anthropologist. അപ്പോൾ ക്രമേണ അതായത് ഏതാണ്ട് 1980 ശേഷം 80-82 കാലഘട്ടങ്ങളിൽ കൂടുതൽ ഈ അർബനൈസേഷനെ കുറിച്ച് പഠിക്കാനും തുടങ്ങി. അപ്പോൾ അതിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ റൂറൽ അർബൻ മൈഗ്രേഷൻ ആ പ്രോബ്ലംസ്, അതുപോലെ അർബൻ ഡെവലപ്മെന്റ് ആൻഡ് അതർ റിലേറ്റഡ് ഏരിയാസ് സച്ച് ആസ് ഡെമോഗ്രഫി, പോപ്പുലേഷൻ, അതുപോലെ നൈബർഹുഡ്സ്, സ്ലംസ്, ചേരി പ്രദേശങ്ങളെ കുറിച്ചുള്ളത്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ കുറിച്ചുള്ള സ്റ്റഡികൾ, എഡ്യൂക്കേഷൻ, എത്നിക് കോൺഫ്ലിക്റ്റുകൾ, അതുപോലെ ആൻഡ് കോൺഫ്ലിക്റ്റ് മൂവ്മെന്റ്സ്, എത്നിക് കോൺഫ്ലിക്റ്റും അതുപോലെ മൂവ്മെന്റ്സും, കിൻഷിപ്പ്, റിലീജിയൻ, പൊളിറ്റിക്സ്, എക്കണോമി, സോഷ്യൽ പ്രോബ്ലംസ് ആൻഡ് ഇമ്പാക്ട് ഓഫ് അർബനൈസേഷൻ ഓൺ റൂറൽ ഏരിയാസ് അറ്റാച്ച് ദ അറ്റൻഷൻ ഓഫ് ദ സോഷ്യോളജിക്കൽ ആൻഡ് സോഷ്യൽ ആന്ത്രപ്പോളജിസ്റ്റ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സോഷ്യോളജിസ്റ്റിൻ്റെയും സോഷ്യൽ ആന്ത്രപ്പോളജിസ്റ്റിൻ്റെയൊക്കെ ശ്രദ്ധ കൂടുതൽ പിടിച്ചു പറ്റി അവരതിനെക്കുറിച്ച് കൂടുതൽ കാര്യമായിട്ട് പഠിക്കാൻ തുടങ്ങി. ഡ്യൂറിങ് ദ 80s as well as 90s, in 80s and 90s there were many studies on urbanization patterns and trends, but issues pertaining to metropolitan and regional planning remained inadequately explored. Migration studies also highlighted the all India trends as well as regional studies. അപ്പോൾ വില്ലേജിൽ നിന്ന് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് നഗരപ്രാന്തത്തിലേക്കുള്ള കുടിയേറ്റം, അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ പല ആസ്പെക്ട്സിൽ കൂടി പഠിക്കാൻ തുടങ്ങി. അതുപോലെ ഡിഫറെൻ്റ് ആസ്പെക്ട്സ് ഓഫ് സ്ലംസ് ആൻഡ് സ്ക്വാട്ടേഴ്സ് സെറ്റിൽമെൻറ്റ് റിസീവ്ഡ് ഡ്യൂ അറ്റൻഷൻ. അപ്പോൾ സ്ലംസിനെ കുറിച്ച്, അപ്പോൾ നഗരപ്രാന്തങ്ങളിലുള്ള ഒരു മെയിൻ പ്രോബ്ലമാണ് ചേരി പ്രദേശങ്ങൾ. അപ്പോൾ ഈ ചേരി പ്രദേശം അല്ലെങ്കിൽ ആ സ്ലംസ്, അപ്പോൾ അതിനെക്കുറിച്ചും അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ കൂടുതൽ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കാനായിട്ടുള്ള പ്രയാസങ്ങൾ തുടങ്ങി. ദ നാഷണൽ കമ്മീഷൻ ഓൺ അർബനൈസേഷൻ, അതായത് NCU, അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് പബ്ലിഷ്ഡ് ഇൻ 5 വോളിയംസ്. അപ്പോൾ ഈ നാഷണൽ കമ്മീഷൻ ഓൺ അർബനൈസേഷൻ്റെ റിപ്പോർട്ട് അത് 5 വോളിയം ഉണ്ടായിരുന്നു. അതിൽ ഹൈലൈറ്റഡ് ദ പ്രോബ്ലംസ് ഓഫ് അർബനൈസേഷൻ അറ്റ് ദ ഗ്രാസ് റൂട്ട്സ്. ആ അടിസ്ഥാന താഴ്ചയിൽ നിന്ന് തന്നെ അർബനൈസേഷൻ്റെ ഗ്രാസ് റൂട്ട്സിലുള്ള പ്രോബ്ലംസ് തുടങ്ങി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഈ പബ്ലിക്കേഷനിൽ. അതുപോലെ സബ് സ്റ്റേറ്റ് ആൻഡ് സ്റ്റേറ്റ് ലെവൽസ്, സബ് സ്റ്റേറ്റിലും സ്റ്റേറ്റ് ലെവൽസിലും, അതുപോലെ ഗ്രാസ് റൂട്ട് ഓഫ് അറ്റ് ദ അർബനൈസേഷൻ പ്രോബ്ലംസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു റിപ്പോർട്ടായിരുന്നു NCU പബ്ലിഷ് ചെയ്തത് 5 വോളിയത്തിൽ കൂടി. NCU നോട്ടഡ് ദാറ്റ് അർബനൈസേഷൻ ഈസ് എ ഫിനോമിനൻ ഓഫ് യുണീക്ക് സ്കോപ്പ് ആൻഡ് ഡയമെൻഷൻ ദാറ്റ് ക്യാൻ ചേഞ്ച് ദ നേച്ചർ ഓഫ് അവർ ലീവ്സ് ഫണ്ടമെന്റലി.
ഇനി ദ 21st സെഞ്ചുറി, അതാണ് ഈസ് ദ സെഞ്ചുറി ഓഫ് അർബനൈസേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അർബനൈസേഷൻ ആദ്യം സ്ലോലിയാണ് തുടങ്ങിയെങ്കിലും പിന്നീട് വളരെ സ്വാതന്ത്ര്യത്തിന് ശേഷം 1951 ശേഷം അതിൻ്റെ സ്പീഡ്, അർബനൈസേഷൻ്റെ സ്പീഡ് അങ്ങ് ഇൻക്രീസ് ചെയ്ത് 21st സെഞ്ചുറി ആയപ്പോൾ നല്ല രീതിയിൽ അർബനൈസേഷൻ ഇവിടെ ഉണ്ടായി. വി മസ്റ്റ് റിയലൈസ് ദാറ്റ് വിത്തിൻ നെക്സ്റ്റ് 20 years എലോൺ, ദാറ്റ് ഈസ് ഇനി അടുത്ത് വരുന്ന 21st സെഞ്ചുറിയിൽ 2001 തുടങ്ങി 2021 വരെയെല്ലാം കാലഘട്ടം അത് ഇതിൻ്റെ സ്പീഡ് വളരെ നന്നായിട്ട് പോയൊരു കാലഘട്ടമാണ്. ഇന്ത്യസ് അർബൻ പോപ്പുലേഷൻ വുഡ് മോർ ദാൻ ഡബിൾ ഇറ്റ് സെൽഫ് ടു റീച്ച് ദ ഫിഗർ ഓഫ് 618 million. അപ്പോൾ ഇന്ത്യസ് അർബൻ പോപ്പുലേഷൻ വർദ്ധിച്ച് ആദ്യം ഉണ്ടായതിനേക്കാളും വളരെ ഇരട്ടികളായി. ഇപ്പോൾ ഏതാണ്ട് അതിൻ്റെ കണക്ക് ഇറ്റ് റീച്ച് ദ ഫിഗർ ഓഫ് 618 million. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നതാണ് ഇങ്ങനെ. ഇനി അടുത്ത മേജർ ഫോർമാറ്റീവ് ഇൻഫ്ലുവൻസസ്. ഈ 2 മേജർ currents came to characterize urbanized sociologies. അർബനൈസ്ഡ് സോഷ്യോളജിയുടെ വളർച്ചയ്ക്ക് സഹായിച്ച 2 മേജർ ഫോർമാറ്റീവ് ഇൻഫ്ലുവൻസസ് ആണ്. ഒന്ന് ചിക്കാഗോ സ്കൂള്, പിന്നെ അടുത്തത് കമ്മ്യൂണിറ്റി സ്റ്റഡീസ്. ഈ 2 കാര്യങ്ങളും ഈ അർബനൈസേഷന് ഏറെ സഹായിച്ചിട്ടുള്ള 2 ഫോർമാറ്റീവ് സ്റ്റഡീസാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഭാഗത്തിൽ കൂടുതൽ വരുന്നുണ്ട്, അവിടെ നോക്കാം. അതായത് സ്ട്രക്ചറലിസ്റ്റ് അപ്രോച്ചസ് ഇൻവെസ്റ്റിഗേറ്റ്സ് ദ ഇന്റർപ്ലേ ബിറ്റ്വീൻ ദ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് forces, the growth, decline and changes, spatial organization of urban space, etc. They consider city as the physical embodiment of political and economic relationship. They argue that the city itself is an effect of more fundamental forces and cities are shaped by social powers that affect all aspects of human existence. അപ്പോൾ they argue that, അപ്പോൾ ഇതിനെക്കുറിച്ച് പഠനം നടത്തിയവരുടെ ആർഗ്യുമെന്റ് ഇങ്ങനെയായിരുന്നു, that the city itself is an effect of more fundamental forces, and കൂടുതൽ ഫണ്ടമെന്റൽ ഫോഴ്സസിന്റെ ഒരു ശക്തി അത് സിറ്റിയാണ്. ആൻഡ് സിറ്റീസ് ആർ ഷേപ്ഡ് ബൈ സോഷ്യൽ പവേഴ്സ്. സിറ്റീസ് സോഷ്യൽ പവർ മൂലമാണ് അതിന് ഷേപ്പ് കിട്ടണം. ദാറ്റ് എഫക്ട് ഓൾ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. ദ സോഷ്യോളജിസ്റ്റ് ലൈക്ക് പാർക്ക്, ബർജസ് ആൻഡ് മെക്കൻസ് ഓഫ് ദ ചിക്കാഗോ സ്കൂൾ ബിലോങ് ടു ദിസ് അപ്രോച്ച്. അപ്പോൾ ഈ അപ്രോച്ചിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളുകളാണ് പാർക്ക്, ബർജസ് ആൻഡ് മെക്കൻസ് ഓഫ് ചിക്കാഗോ സ്കൂൾ. ദസ് എനി സ്റ്റഡി ഓഫ് അർബൻ സോഷ്യോളജി മസ്റ്റ് ഇൻക്ലൂഡ് ബോത്ത് ദ അപ്രോച്ചസ്. അപ്പോൾ ഈ ഏത് അർബൻ ഭാഗത്തിനെ കുറിച്ച് പഠിക്കുമ്പോഴും ഈ 2 ഫോർമാറ്റീവ് സ്കൂൾസ്, അതായത് ഒന്ന് ചിക്കാഗോ സ്കൂള്, പിന്നെ മറ്റൊന്ന് കമ്മ്യൂണിറ്റി ബേസ്ഡ്. അപ്പോൾ ഈ 2 കൂട്ടരുടെയും അപ്രോച്ചസ് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ളതാണ്. Therefore, urban sociology is not a subject with a distinct individuality but the combination of both the above അപ്രോച്ചസ്. ഈ 2 അപ്രോച്ചസിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനായിട്ട് പറയാം അർബൻ സോഷ്യോളജിയുടെ സബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഇനി നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അർബൻ സോഷ്യോളജി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അർബൻ സോഷ്യോളജി സാധാരണ എപ്പോഴും പരീക്ഷയ്ക്ക് റിപ്പീറ്റായിട്ട് വരുന്ന ക്വസ്റ്റ്യനും കൂടിയാണ്. അർബൻ സോഷ്യോളജി ഈസ് വൺ ഓഫ് ദ ബ്രോഡസ്റ്റ് ആൻഡ് മോസ്റ്റ് എലക്ട്രിക് of all sociological fields. It relies on the related science and borrows from history, economic, സോഷ്യൽ സൈക്കോളജി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സോഷ്യൽ വർക്ക്. അപ്പോൾ സോഷ്യോളജിയുടെ ഈ അർബൻ സോഷ്യോളജിയുടെ സബ്ജക്ട് മാറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ബ്രോഡ് ആൻഡ് വൈഡ് ആണ്. ഇറ്റ് റിലൈസ് ഓൺ ദ റിലേറ്റഡ് സയൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു സയൻസുകൾ, അതായത് ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യൽ സൈക്കോളജി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യൽ വർക്ക്, ഇതിൽ നിന്നെല്ലാം സബ്ജക്ട് മാറ്ററുകൾ ഈ അർബൻ സോഷ്യോളജിയിൽ വരുന്നുണ്ട്. ഇറ്റ് ട്രെൻഡ്സ് ടു ഓവർലാപ്പ് ജോഗ്രഫി വിത്ത് ഇറ്റ്സ് എംഫസിസ് ഓൺ സ്പാറ്റിയൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ്സ് വിത്തിൻ ദ സിറ്റി. അപ്പോൾ ഒരു സിറ്റിയിലുള്ള സ്പാറ്റിയൽ ഡിസ്ട്രിബ്യൂഷൻ, സ്ഥലത്തിൻ്റെ
ജിയോഗ്രഫിയിൽ ആ സ്ഥലത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, എന്തുമാത്രം സ്ഥലം സിറ്റിക്ക് അലവ് ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട്, അവിടെയുള്ള പൊളിറ്റിക്കൽ സയൻസസ് എങ്ങനെയാണ്, വിത്ത് ഇറ്റ്സ് എംഫസിസ് ഓൺ പൊളിറ്റിക്കൽ ബിഹേവിയർ എങ്ങനെയാണ്, പവർ എങ്ങനെയാണ്, ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ്, എക്കണോമി എങ്ങനെയാണ്, ഈ വക കാര്യങ്ങളെല്ലാം. അതുപോലെ പബ്ലിക് പോളിസി, ടാക്സേഷൻ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് ആന്ത്രപ്പോളജി ആൻഡ് റെസ്പെക്ട് ടു കൾച്ചർ ഓഫ് ഗ്രൂപ്പ്സ്, ഈ കാര്യങ്ങളെല്ലാം ഈ അർബൻ സോഷ്യോളജിയുടെ നേച്ചറിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്, സബ്ജക്റ്റ് മാറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. As stated already, the subject matter of sociology, cities and their growth. അപ്പോൾ സബ്ജക്ട് മാറ്റർ ഓഫ് സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സിറ്റീസും അതിൻ്റെ വളർച്ചയും, അതുപോലെ ഇറ്റ്സ് ഡീൽസ് വിത്ത് സച്ച് പ്രോബ്ലംസ് ലൈക്ക് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സിറ്റീസ്, സിറ്റീസിൻ്റെ പ്ലാനിങ്ങും ഡെവലപ്മെൻറ്റും, അതുപോലെ ട്രാഫിക് റെഗുലേഷൻസ്, പബ്ലിക് വാട്ടർ വർക്ക്സ്, സോഷ്യൽ ഹൈജീൻ, സെവറേജ് വർക്കേഴ്സ്, അത് ശുചീകരണ കാര്യങ്ങൾ ചെയ്യുന്ന, അതുപോലെ ഓടകൾ നിർമ്മിക്കുക, അതുപോലെയുള്ള കാര്യങ്ങൾ, ഹൗസിംഗ്, ബെഗറി, ജുവനൈൽ ഡെലിക്വൻസി, ക്രൈം ആൻഡ് സോൺ, ഇതെല്ലാം സിറ്റി ലൈഫിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ എല്ലാ പോയിൻറ്റ്സും അർബൻ സോഷ്യോളജിയിലുള്ള ഓരോ സബ്ജക്റ്റുകളുമാണ്. ദസ് ദ സ്കോപ്പ് ഓഫ് അർബൻ സോഷ്യോളജി ബിക്കംസ് wider as it is not only tries to study the urban setup and facts but also tries to give suggestions to solve problems arising out of dynamic nature of the society. സൊസൈറ്റിയുടെ ഡൈനാമിക് നേച്ചർ അനുസരിച്ച് അവിടെ ഒരുപാട് കാര്യങ്ങൾ സിറ്റിയുടെ ഉള്ളിൽ വരുന്നുണ്ട്. അവിടെ പ്ലാനിങ്, ഡെവലപ്മെൻറ്റ് ഓഫ് സിറ്റീസ്, ട്രാഫിക് റെഗുലേഷൻസ്, പബ്ലിക് വാട്ടർ വർക്ക്സ്, സോഷ്യൽ ഹൈജീൻ, അതുപോലെ സ്വേജ് വർക്ക്സ്, ഹൗസിംഗ്, ബെഗറി, ജുവനൽ ഡെലിക്വൻസി, ഈ ചെറുപ്പക്കാരുടെ തെറ്റായ രീതികൾ, ക്രൈം ആൻഡ് സോ ഓൺ, ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് കൊണ്ട് തന്നെ ഈ അർബൻ സോഷ്യോളജിയുടെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ളതാണ്. അത് ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഏത് കൺട്രിയുടെ ആയാലും നിലനിൽപ്പിന് ഈ വക കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അതിന് സൊല്യൂഷൻസ് നിർദ്ദേശിക്കുക, കണ്ടുപിടിക്കുക, ഇതെല്ലാം ഈ അർബൻ സോഷ്യോളജിയുടെ നേച്ചറിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. ഇൻ മെനി വേസ് ദ ഇൻട്രസ്റ്റ് ഓഫ് അർബനോളജിസ്റ്റ് and ecologists also overlap with those of town and city planners, social workers, various other specialists in education, race relation, housing and urban development and rehabilitation. Therefore, there is a need to clarify, redefine many basic concepts in the field. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ മുഴുവനും ഈ അർബൻ സോഷ്യോളജിയുടെ സ്റ്റഡിയുടെ അകത്ത് വരുന്നത് കൊണ്ട് തന്നെ there is a need to clarify, redefine many basic concepts in the field. അപ്പം ഈ ഫീൽഡിലുള്ളത്, അതായത് അർബൻ സോഷ്യോളജിക്ക് ഉള്ളിൽ വരുന്ന പല കൺസെപ്റ്റ്സും, ബേസിക് കൺസെപ്റ്റ്സും അത് വീണ്ടും വീണ്ടും നിർവചിക്കേണ്ട ആവശ്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ വരുന്ന ആ മെയിനായിട്ടുള്ള ബേസിക് കൺസെപ്റ്റ്സ്, ഈ പേരുകൾ എപ്പോഴും ഓർത്തിരിക്കുക. അർബൻ സോഷ്യോളജിയിൽ വരുന്ന ബേസിക് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയാണ് ഒന്ന്, സെക്കൻഡ് വൺ എക്കോളജി, തേർഡ് സിറ്റി, പിന്നെ അർബനിസം, അർബൻ സൊസൈറ്റി, അർബനൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, മോഡേണൈസേഷൻ ആൻഡ് സോ ഓൺ. അപ്പോൾ ഈ പറഞ്ഞ കൺസെപ്റ്റ്സുകളെല്ലാം ഈ അർബൻ സോഷ്യോളജിയുടെ ബേസിക് കൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലെ ഫസ്റ്റ് കൺസെപ്റ്റ്സ് ആണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, സമുദായം എന്നൊക്കെ നമ്മൾ പറയുന്നത്. കമ്മ്യൂണിറ്റി, ദ ടേം ഹാസ് മെനി മീനിങ്. സംടൈംസ് ഇറ്റ് ഈസ് യൂസ് ടു ഡിനോട്ട് എ common habitant or the totality of all persons living in the same area. ഒരു ചെറിയ ഏരിയയിൽ, ഒരു സെയിം ഏരിയയിൽ ജീവിക്കുന്ന എല്ലാവരെ കുറിച്ചും പറയുമ്പോൾ നമുക്ക് അതിനെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് കാണാം. ഫ്രീക്വൻ്റ്ലി ദ ടേം ഇൻഡിക്കേറ്റ്സ് മോർ ദാൻ മിയർലി എ ലൊക്കാലിറ്റി ഓർ ഇറ്റ്സ് റെസിഡൻസ്. ഡേവിസ് ഫോർ ഇൻസ്റ്റൻസ്, ഡേവിസ് പറഞ്ഞിരിക്കുന്നത് സ്ട്രെസ് വാട്ട് ഹി കോൾസ് സോഷ്യൽ കംപ്ലീറ്റ്നെസ്. അക്കോർഡിംഗ്ലി ഹി ഡിഫൈൻസ് എ കമ്മ്യൂണിറ്റി. അപ്പോൾ ഡേവിസിൻ്റെ ഡെഫിനിഷനാണ് കമ്മ്യൂണിറ്റിനെ കുറിച്ച്. ദ സ്മോളസ്റ്റ് ടെറിറ്റോറിയൽ ഗ്രൂപ്പ് ദാറ്റ് ക്യാൻ
എംബ്രേസ് ഓൾ ആസ്പെക്ട്സ് ഓഫ് സോഷ്യൽ ലൈഫ്. സോഷ്യൽ ലൈഫ്സിൻ്റെ എല്ലാ ആസ്പെക്ട്സും ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ ടെറിറ്റോറിയൽ ഗ്രൂപ്പ്, അതിനെയാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇത് ഡേവിസ് നൽകിയിരിക്കുന്ന ഡെഫിനിഷനാണ് കമ്മ്യൂണിറ്റിനെ കുറിച്ച്. ദാറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ടെറിറ്റോറിയൽ ഗ്രൂപ്പ് that can embrace all aspects of social life. That is, it is the smallest social local group that can be and often is a complete society. അപ്പോൾ ആ ചെറിയ ലോക്കൽ ഗ്രൂപ്പ് അത് ശരിക്കും ആ ഒരു സൊസൈറ്റിയാണ്. അവിടെയുള്ള ആ ലോക്കൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആ ചെറിയ സ്മോൾ സൊസൈറ്റി, ഒരു കംപ്ലീറ്റ് സൊസൈറ്റീനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് തന്നെയാണ് അവിടുത്തെ ആ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. മക്കൈവർ ആൻഡ് പേജ് അപ്രോച്ച് ദ ഡിഫറെൻറ്റ് problems from somewhat different angle, emphasizing relationship rather than social organization. ഇപ്പോൾ സോഷ്യൽ ഓർഗനൈസേഷനേക്കാളും കൂടുതൽ എംഫസൈസ് സോഷ്യൽ റിലേഷൻഷിപ്പിനാണെന്നാണ് മക്കൈവർ ആൻഡ് പേജ് പറയുന്നത്. ദ ബേസിക് criterion of community is that all of one's social relationship may be found within it. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി കാണുന്ന എല്ലാ സാമൂഹിക ബന്ധങ്ങളും സോഷ്യൽ റിലേഷൻഷിപ്പ് എല്ലാം കൂടി ഉൾപ്പെടുത്തിയാലാണ് അതിനെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. വി ക്യാൻ ഇൻഡീഡ് സ്പീക്ക് ഓഫ് എ കമ്മ്യൂണിറ്റി ഇഫ് കോമൺ ഹാബിറ്റന്റ് ക്രിയേറ്റ്സ് പോസിറ്റീവ് എമോഷണൽ ടൈസ് ബിറ്റ്വീൻ ഓൾ റെസിഡൻസ് ഓർ അറ്റ്ലീസ്റ്റ് ഓൾ ഗ്രൂപ്പ്സ് ഓഫ് റെസിഡൻസ്. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഓഫ് ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ്സ് ആൻഡ് ഫ്രണ്ട്ലി ഫീലിംഗ് ടവേഴ്സ് ഈച്ച് അതർ. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന ആളുകളുടെ സ്വഭാവ വിശേഷം എന്ന് പറയുന്നത് അവർ ഞങ്ങളെല്ലാം ഒന്നാണെന്നുള്ളത്, അങ്ങനത്തെ ഉള്ള ഒരു ഫീലിംഗ്. ബൈ ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ്നെസ് ആൻഡ് ഫ്രണ്ട്ലി ഫീലിംഗ് ടവേഴ്സ് ഈച്ച് അതർ. ഓരോരുത്തരോടും പരസ്പരം സൗഹൃദമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്, കോപ്പറേഷൻ ഈസ് പ്രൊമോട്ടഡ് ആൻഡ് കമ്മ്യൂണിറ്റി ക്യാൻ ഫുൾഫിൽ ഓൾ ഇറ്റ്സ് ഫങ്ഷൻസ്. അപ്പോൾ കമ്മ്യൂണിറ്റിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും പ്രൊമോട്ട് ചെയ്യാനും ഫുൾഫിൽ ചെയ്യാനും ആളുകളുടെ ഈ സോഷ്യൽ റിലേഷൻഷിപ്പിൽ വരുന്ന എല്ലാ കാര്യങ്ങളെയും എല്ലാ വികാരങ്ങളെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഫുൾഫിൽ ചെയ്യാനുള്ള ഓൾ ഫങ്ഷൻസും കൊടുക്കുന്ന ഒരു സ്ഥലമാണ് കമ്മ്യൂണിറ്റി എന്നാണ് മക്കൈവർ ആൻഡ് പേജ് പറയുന്നത്. അപ്പോൾ മക്കൈവർ ആൻഡ് പേജ് കൂടുതൽ It was Robert T. Park who appropriated the principle of natural science, ecology, പ്രകൃതിയുടെ ആ ഒരു ഭാഗം for the അനാലിസിസ് ഓഫ് അർബൻ സ്പേസസ്, അർബൻ എക്കോളജി. അപ്പോൾ അർബൻ സ്പേസസിനെ ഉൾക്കൊള്ളുന്ന ആ സ്ഥലം, അതിനെയാണ് നമ്മൾ അർബൻ എക്കോളജി എന്ന് പറയുന്നത്. ഇൻ സിമ്പിൾ വേർഡ്സ്, എക്കോളജി ഈസ് ദ സയൻസ് വിച്ച് സ്റ്റഡീസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിവിങ് തിങ്സ് ആൻഡ് ദ എൻവയോൺമെൻറ്റ്. പ്രകൃതി, ഓരോരുത്തരും താമസിക്കുന്ന ആ പ്രകൃതിയും ആ ലിവിങ് തിങ്സും അവർ തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന അതിനെയാണ് എക്കോളജി എന്ന് പറയുന്നത്. എക്കോളജി ഈസ് ദ സയൻസ് വിച്ച് സ്റ്റഡീസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിവിങ് തിങ്സ്, ജീവനുള്ള തിങ്സും അവർ ജീവിക്കുന്ന ചുറ്റുപാടും അതിനെക്കുറിച്ചുള്ള ആ പ്രകൃതി പഠനത്തിനെയാണ് ഇവിടെ എക്കോളജി എന്ന് ഡീൽ ചെയ്യണത്. ദ സിറ്റി ലൈക്ക് എനി അതർ എൻവയോൺമെന്റ് ഈസ് എ കണ്ടീഷനിങ് റാദർ ദാൻ ഡിറ്റർമിനിങ് ഫാക്ടർ. ഇനി അടുത്ത ഒരു കൺസെപ്റ്റാണ് അർബൻ. അർബൻ എക്കോളജി റെഫേഴ്സ് ടു ആൻ ഐഡിയ ദാറ്റ് എമർജ്ഡ് ഓഫ് ദ ചിക്കാഗോ സ്കൂൾ ദാറ്റ് ലൈക്കൻസ് അർബൻ ഓർഗനൈസേഷൻ ടു ബയോളജിക്കൽ ഓർഗനൈസേഷൻ. അപ്പോൾ അർബൻ എക്കോളജി എന്ന് പറയുന്നത് റെഫേഴ്സ് ടു ആൻ ഐഡിയ, അതൊരു ഐഡിയയാണ്. അത് ഉദയം കൊണ്ടത് ചിക്കാഗോ സ്കൂളിലാണ്. ദാറ്റ് ലൈക്കൻസ് അർബൻ ഓർഗനൈസേഷൻ ടു ബയോളജിക്കൽ ഓർഗനൈസേഷൻ. അർബൻ ഓർഗനൈസേഷൻസ് ബയോളജിക്കൽ ഓർഗനൈസേഷൻസും തമ്മിലുള്ള ആ ഒരു സെറ്റപ്പിനെയാണ്, ആ ഒരു അടുപ്പത്തിനെയാണ് ചിക്കാഗോ സ്കൂൾ അർബൻ എക്കോളജി എന്ന് പറയുന്നത്. Urban ecology has remained an influential theory in both urban sociology and urban anthropology over time. The theory is essentially an extended metaphor that helps to explain how conflicting subgroups exist in shared urban spaces and systems. അപ്പോൾ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ സബ് ഗ്രൂപ്പ്സ് ചെയ്യാൻ ചിലപ്പോൾ പരസ്പരം വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവുമെങ്കിലും അവിടെ അത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോവുക, അതാണ് ആ എക്കോളജിയുടെ പ്രത്യേകത. ലൈക്ക് ബയോളജിക്കൽ സിസ്റ്റംസ്, അർബൻ സബ് ഗ്രൂപ്പ്സ് ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ വൺ അനദർ ഫോർ ഹെൽത്തി ഫങ്ഷനിങ് ആൻഡ് ഓൾസോ ഡൈനാമിക്, ദാറ്റ് ഈസ് ദ ഫ്ലറിഷ് ആൻഡ്
decline based on political, economic and social traits. അപ്പോൾ ലൈക്ക് ബയോളജിക്കൽ സിസ്റ്റത്തിൽ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു സിസ്റ്റത്തിൽ എവിടെയെങ്കിലും ഒരു അവയവത്തിന് കേടുവന്നാൽ മുഴുവൻ സിസ്റ്റത്തിനെ ബാധിക്കുന്നത് പോലെ തന്നെ അർബൻ സബ് ഗ്രൂപ്പ്സ് ആർ ഡിപ്പെൻഡന്റ് ഓൺ വൺ അനദർ. അർബൻ സബ് ഗ്രൂപ്പ്സും ഒന്ന് മറ്റേതിനോട് പരസ്പരം ഡിപ്പെൻഡന്റ് ആണ്, ആശ്രയിച്ചേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഫോർ ഹെൽത്തി സമൂഹത്തിന്റെ, ആ അർബൻ സമൂഹത്തിന്റെ ശരിയായിട്ടുള്ള വളർച്ചയ്ക്ക് അവിടെയുള്ള സബ് ഗ്രൂപ്പ്സ് എല്ലാം ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. ഫങ്ഷനിങ് ആൻഡ് ഓൾസോ ഡൈനാമിക്. അത് ശരിക്കും ഹെൽത്തി ഫങ്ഷനായിട്ടും ആരോഗ്യപരമായിട്ട് പ്രവർത്തിക്കാനും അതുപോലെ പുരോഗമിക്കണമെന്നുണ്ടെങ്കിലും അവിടെയുള്ള സബ് ഗ്രൂപ്പ്സ് ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ തമ്മിൽ ഒരു സ്നേഹത്തോടും അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്തിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ദാറ്റ് ഈസ് ദ ഫ്ലറിഷ് ആൻഡ് ഡിക്ലൈൻ ബേസ്ഡ് ഓൺ പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ ടൈപ്സ്. അതുകൊണ്ടാണ് ഇങ്ങനെ വിഭിന്നമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ചിലപ്പോൾ ചിലത് ഫ്ലറിഷ്, ആ പ്രശ്നങ്ങൾ നന്നായിട്ട് സോൾവ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിന് നല്ല അഭിവൃദ്ധി ഉണ്ടാവും, അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യും, അത് നശിച്ചു പോകാനും സാധ്യതയുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ കാരണമായിട്ടുള്ളത് ആ സ്ഥലത്തെ പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ ടൈറ്റ്സ് ആണ്. അപ്പൊ അവിടുത്തെ പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ ടൈറ്റ്സ് ആണ് ഒരു സ്ഥലത്തിന്റെ പുരോഗതിയും അതുപോലെ അതിന്റെ നാശത്തിനും കാരണമാകുന്നത്. അപ്പൊ അവര് തമ്മിൽ സൗഹാർദ്ദപരമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തിട്ട് നന്നായിട്ട് പോകാം. അതല്ല എന്നും തമ്മിൽ തല്ലി മുന്നോട്ട് പോവുകയാണെങ്കിൽ നാശത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. റിലേറ്റിംഗ് ദീസ് ടു functionalist theory, one can look at immigration and emigration trends. As people enter and leave a country, they are dependent upon one another, as well as the new culture to assimilate and enter into a new society. അപ്പോൾ ആളുകൾ വരികയും പോവുകയൊക്കെ ചെയ്യും. ഒരു രാജ്യത്ത് കുടിയേറി പാർക്കുക, വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ രണ്ടിടത്തും ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. ചെല്ലുന്നവരുടെ കൾച്ചർ ഒന്നായിരിക്കും, എവിടെയാണ് ചെല്ലണം അവിടുത്തെ കൾച്ചർ വേറൊന്നായിരിക്കും. അപ്പൊ ആ കൾച്ചറുമായിട്ട് രമ്യതപ്പെട്ട് മുന്നോട്ട് പോയാൽ മാത്രമാണ് അവിടെ പുരോഗതി ഉണ്ടാകുന്നത്. ഇമിഗ്രൻസ് ബിക്കം എമിഗ്രൻസ് ആൻഡ് വൈസ് വേഴ്സ. ഇൻ ദിസ് വേ ദ ചെയിൻ ഓഫ് ലൈഫ് കണ്ടിന്യൂസ് ഇൻ ടേംസ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. അപ്പൊ സോഷ്യൽ റിലേഷൻഷിപ്പിൽ ഇമിഗ്രൻസ് ആകുക, അതുപോലെ എമിഗ്രൻസും ആയത്, വന്നവരും പോയവരും ഒക്കെ ഒരേപോലെ ഒരു സ്ഥലത്തിനെ കാണുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവും. അങ്ങനെ സോഷ്യൽ റിലേഷൻഷിപ്പ് നല്ലതാണെങ്കിൽ അവിടെ അർബൻ ലൈഫ് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ പ്രോബ്ലം ഇല്ലാത്ത ഒരു സ്ഥലമില്ല. അപ്പൊ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക, അവിടെയാണ് ഓരോ അർബന്റെ വിജയം. ഒരു അർബൻ പ്രദേശത്തിന്റെ പുരോഗതി അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കണം. ഇനി ത്രൂ ഡിസ്കഷൻ ഓഫ് ദ ഡെവലപ്മെന്റ് ഓഫ് അർബൻ സോഷ്യോളജി മസ്റ്റ് എക്സ്പ്ലെയിൻ difference between the two organizing topics in the field, urbanization and urbanism. ഇനി ഇതിനകത്തുള്ള വേറെ രണ്ട് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് അർബനൈസേഷനും മറ്റത് അർബനിസം. ഇനി അർബനൈസേഷൻ റെഫേഴ്സ് to the origins of cities and the process of city building. Urbanization അല്ലെങ്കിൽ നഗരവൽക്കരണം എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ ഒറിജിൻസ് ഓഫ് സിറ്റി, സിറ്റിയുടെ ഒറിജിൻസ്, ആരംഭം, അതുപോലെ ആൻഡ് ദ പ്രോസസ് ഓഫ് സിറ്റി ബിൽഡിങ്, സിറ്റി ആയിട്ട് ബിൽഡ് ചെയ്യുക, ഒരു സ്ഥലം സിറ്റി ആയിട്ട് പരിവർത്തിതപ്പെടുക. അപ്പൊ അങ്ങനെയുള്ള ആ പ്രോസസ്സിനെയാണ് അർബനൈസേഷൻ എന്ന് പറയുന്നത്. അർബനൈസേഷൻ റെഫേഴ്സ് ടു ദ ഒറിജിൻസ് ഓഫ് സിറ്റി, സിറ്റിയുടെ ആരംഭവും ദ പ്രോസസ് ഓഫ് സിറ്റി ബിൽഡിങ്, സിറ്റി ബിൽഡിങ്ങിന്റെ ആ പ്രോസസ്സും, അതിനെയാണ് അർബനൈസേഷൻ എന്ന വാക്കുകൊണ്ട് ഉൾക്കൊള്ളുന്നത്. People migrate from rural areas to the cities due to pull or push factors. അപ്പൊ ഒരുപാട് ആളുകൾ ഗ്രാമീണ മേഖലയിൽ നിന്ന് നഗരപ്രാന്തങ്ങളിലേക്ക് കുടിയേറി പാർക്കാറുണ്ട്. അപ്പൊ അതിന് പല കാര്യങ്ങളുണ്ട്. ഡ്യൂ ടു പുൾ ഓർ പുഷ് ഫാക്ടേഴ്സ്, അവരെ ഇതിന് പ്രേരിപ്പിക്കുന്ന ധാരാളം ഫാക്ടേഴ്സ് ഉണ്ട്. ടെമ്പറലി ഓർ പെർമനന്റ്ലി, ചിലപ്പോൾ സ്ഥിരമായിട്ട് അങ്ങോട്ടേക്ക് മാറും, അല്ല ചിലവർ താൽക്കാലികമായിട്ട് കുറച്ചു കാലത്തേക്ക് വേണ്ടി മാത്രം മാറാറുണ്ട്. ദ പ്രോസസ് ഓഫ് അർബനൈസേഷൻ ടേക്സ് പ്ലേസ്. അപ്പൊ ഇങ്ങനെയുള്ള സംഗതി കൂടിയാണ് പ്രോസസ് ഓഫ് അർബനൈസേഷൻ നടക്കുന്നത്. In practice, urbanization refers both to the increase in the percentage of population residing in urban areas. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഗ്രാമീണ മേഖലയിൽ നിന്ന് നഗരപ്രാന്തത്തിലേക്ക് കുടിയേറി പാർക്കുമ്പോൾ അവിടെയുള്ള പോപ്പുലേഷൻ
വളരെയധികം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇൻ പ്രാക്ടീസ് അർബനൈസേഷൻ, കാരണം അവിടെയാണ് കൂടുതൽ സൗകര്യങ്ങൾ, ജീവിക്കാനായിട്ടുള്ള തൊഴിലിനുള്ളത്. ഇപ്പോൾ ഗ്രാമപ്രദേശത്തിനെ നോക്കുകയാണെങ്കിൽ അവിടെ ആകപ്പാടെയുള്ള ഒരു വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ കൃഷിയാണ്. പക്ഷേ കൃഷി ഒഴികെ ബാക്കി വ്യവസായവൽക്കരണവും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കച്ചവടം, വ്യവസായം, അങ്ങനെയുള്ള മേഖലകൾ, ഫാക്ടറീസ്, ഇതെല്ലാം വരുന്നത് സിറ്റി പ്രാന്തങ്ങളിലാണ്. അപ്പോൾ ഇൻ പ്രാക്ടീസ് അർബനൈസേഷൻ റെഫേഴ്സ് ബോത്ത് ടു ദ ഇൻക്രീസ് in the percentage of population residing in urban areas and to the associated growth in the number of urban dwellers. അപ്പോൾ ഈ അർബൻ ഏരിയയിൽ കൂടുതൽ ജീവിത സൗകര്യങ്ങളും പുരോഗതിയും കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്നത് കൊണ്ടാണ് ആളുകൾ അങ്ങോട്ടേക്ക് കൂടുതൽ കുടിയേറി പാർക്കുന്നത്. അപ്പം അവിടെ അർബനിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുകയും അങ്ങനെ ഇൻ ദ size of cities and the total area occupied by urban settlements. അപ്പോൾ ചിലപ്പോൾ ഒരു അർബൻ സെറ്റിൽമെന്റ്സിൽ ഒക്കപ്പൈ ചെയ്യാവുന്ന ടോട്ടൽ ഏരിയയിൽ കൂടുതൽ, അതിനേക്കാളും എത്ര പേരെ ഉൾക്കൊള്ളാം, അതിനേക്കാൾ കൂടുതൽ ആളുകൾ അവിടെ എത്തിപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് സ്റ്റഡീസ് ദ വേ സോഷ്യൽ ആക്ടിവിറ്റീസ് ലൊക്കേറ്റ് ദംസെൽസ് ഇൻ സ്പേസ് ആൻഡ് അക്കോർഡിംഗ് ടു ഇന്റർഡിപെൻഡന്റ് പ്രോസസ് ഓഫ് സൊസൈറ്റൽ ഡെവലപ്മെന്റ് ആൻഡ് ചേഞ്ച്. ഇനി അടുത്തത് അർബനിസം. അർബനിസം ഇൻ കോൺട്രാസ്റ്റ് സ്റ്റഡീസ് ദ വേ ഓഫ് ലൈഫ് ദാറ്റ് മേ ബി ഫൗണ്ട് വിത്തിൻ ദ അർബൻ കമ്മ്യൂണിറ്റി. അപ്പൊ അർബനൈസേഷൻ എന്താന്ന് കണ്ട് ഇനി അർബനിസം എന്ന് പറഞ്ഞാൽ ഇൻ കോൺട്രാസ്റ്റ് സ്റ്റഡീസ് ദ വേ ഓഫ് ലൈഫ് ദാറ്റ് ബി ഫൗണ്ട് വിത്തിൻ ദ അർബൻ കമ്മ്യൂണിറ്റി. അർബൻ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുടെ വേ ഓഫ് ലൈഫിനെ പഠിക്കുന്ന രീതിയെയാണ് അർബനിസം എന്ന് പറയുന്നത്. Urbanism, in contrast, studies the ways of life that may be found within the urban community. It deals with the culture, with the meanings, symbols, patterns of daily life and the process of adjustments to the environment of the city, but also with the social conflict and political organization at the street, neighborhood and city levels. അപ്പോൾ ഈ അർബനൈസേഷനിലേക്ക് സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച്, അത് വേ ഓഫ് ലൈഫിനെ കുറിച്ചാണ് ഇവിടെ അർബനിസത്തിൽ പറയുന്നത്. അത് എന്തൊക്കെയാണ് ഡീൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് കൾച്ചറിനെ കുറിച്ച്, വിത്ത് മീനിങ്സ്, അതിലുള്ള ഓരോ കൾച്ചറിലെ ഓരോ ട്രേസിൻ്റെ മീനിങ്സ്, സിമ്പിൾസ്, പാറ്റേൺസ് ഓഫ് ഡെയിലി ലൈഫ്, ഓരോ ഡെയിലി ലൈഫിൻ്റെ മാതൃകകൾ, ആൻഡ് പ്രോസസ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് ടു ദ എൻവയറമെൻറ്റ് ഓഫ് ദ സിറ്റി, ബട്ട് ഓൾസോ വിത്ത് സോഷ്യൽ കോൺഫ്ലിക്റ്റ്. ഇനി എപ്പോഴും സൗഹൃദമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, സൊസൈറ്റിയിൽ വിഭിന്ന തരക്കാരും ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവിടെ സമാധാനം ഉണ്ടാവും, അതുപോലെ കോൺഫ്ലിക്റ്റുകൾ, വഴക്കുകളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ആൻഡ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അറ്റ് ദ സ്ട്രീറ്റ്. അപ്പോൾ മിക്കവാറും പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസിൻ്റെ കോൺഫ്ലിക്റ്റ് ഒക്കെ സ്ട്രീറ്റുകളിൽ നടക്കാറുണ്ട്. അതുപോലെ നൈബർഹുഡിലും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും, സിറ്റി ലെവൽസിലൊക്കെ തന്നെ. അപ്പോൾ ഈ വക കാര്യങ്ങൾ എല്ലാത്തിനെയും കുറിച്ച് പഠിക്കുന്നതാണ് അർബനിസം എന്ന് പറയുന്നത്. ആസ് ബിലീവ്ഡ് ബൈ ലൂയിസ് വൃത്ത്, ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ദ ലൈഫ് ഇൻ ദ റൂറൽ ഏരിയ. അപ്പോൾ അർബനിസം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ് that is distinct from the life in the rural area. റൂറൽ ഏരിയയിലെ ജീവിതം എങ്ങനെയാണ്, അതിനേക്കാളും വളരെ വ്യത്യസ്തമായ ഒരു വേ ഓഫ് ലൈഫ്, അതിനെയാണ് അർബനിസം എന്ന് പറയുന്നത്. ആ വേ ഓഫ് ലൈഫിനെ കുറിച്ച് പഠിക്കുകയാണ് അർബനിസത്തിൽ കൂടി ചെയ്യണത്. ദ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് മോഡേൺ അർബൻ സോഷ്യോളജി originated from the work of sociologists such as Karl Marx, Ferdinand Tönnies, Emil Durkheim, Max Weber and George Simmel. അപ്പോൾ ഇവരൊക്കെയാണ് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് മോഡേൺ അർബൻ സോഷ്യോളജിക്ക് സംഭാവനകൾ നൽകിയിട്ടുള്ള സോഷ്യോളജിസ്റ്റുകൾ. ആരൊക്കെയാണ്? കാർൽ മാർക്സ് ഉണ്ട്, ഫെർഡിനൻഡ് ടോണീസ് ഉണ്ട്, എമിൽ ഡർക്കീം ഉണ്ട്, മാക്സ് വെബർ ആൻഡ് ജോർജ് സൈമൽ. ഈ ആളുകളൊക്കെയാണ് അവിടെയുള്ള they theorized the economic, social and cultural process of urbanization. അർബനൈസേഷനിലുള്ള എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ പ്രോസസ്സിനെ, അതിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണ്, സോഷ്യൽ എലിനേഷൻ അതുമൂലം എന്തൊക്കെ നടക്കുന്നുണ്ട്, ക്ലാസ് ഫോർമേഷൻ എങ്ങനെ വരുന്നുണ്ട്, ആൻഡ് ദ പ്രൊഡക്ഷൻ ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കളക്റ്റീവ് ആൻഡ് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റീസ് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ആളുകളാണ് കാർൽ മാർക്സ്, ഫെർഡിനൻഡ് ടോണീസ്, എമിൽ ഡർക്കി, മാക്സ് വെബർ, ജോർജ് സൈമൾ എല്ലാം. അതുകൊണ്ട് അവർക്ക് മോഡേൺ അർബൻ സോഷ്യോളജിയിൽ അവർക്ക് വളരെ വലിയ ഒരു സ്ഥാനമാണ് ഉള്ളത്. ദീസ് തിയററ്റിക്കൽ
Foundations were further expanded upon and analyzed by a group of sociologists and researchers who worked at the University of Chicago in the early 20th century. അപ്പോൾ ഈ തിയററ്റിക്കൽ ഫൗണ്ടേഷൻസ് അർബൻ സോഷ്യോളജിയിലേക്ക് വേണ്ട തിയററ്റിക്കൽ ഫൗണ്ടേഷൻസ് വേർ ഫർദർ എക്സ്പാൻഡഡ്, അത് വീണ്ടും വീണ്ടും എക്സ്പാൻഡ് ചെയ്ത് കൂടുതൽ സംഭാവനകൾ അതിലേക്ക് നൽകുമ്പോൾ അത് വീണ്ടും വിപുലീകരിക്കപ്പെടും. അങ്ങനെ ആ എക്സ്പാൻഡഡ് സ്റ്റഡി ഫീച്ചേഴ്സിനെ വീണ്ടും അനലൈസ് ചെയ്യുക ബൈ എ ഗ്രൂപ്പ് ഓഫ് സോഷ്യോളജീസ് ആൻഡ് റിസർച്ചേഴ്സ്. ഇപ്പോൾ പുതിയ കാര്യങ്ങളെ ആരെങ്കിലും വിശദീകരിക്കുമ്പോൾ, ആരെങ്കിലും അതിനെ പ്രകടമാക്കുമ്പോൾ അതിനെ അനലൈസ് ചെയ്യുക. അങ്ങനെ സോഷ്യോളജിസ്റ്റും റിസർച്ചേഴ്സും ഒക്കെ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ 20th സെഞ്ച്വറിയിൽ ഇത്തരം കാര്യങ്ങളിൽ അവർ കൂടുതൽ ശ്രദ്ധാലുക്കളായിരുന്നു. ഇൻ വാട്ട് ബിക്കെയിം നോൺ ആസ് ദ ചിക്കാഗോ School of Sociology, the work of Robert Parker, Louis Wythe, and Ernest Burgess on the inner city of Chicago revolutionized not only the purpose of urban research in sociology, but also the development of human purpose of urban research in sociology. Human geography through its use of quantitative and ethnographic research method. അപ്പോൾ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ക്വാണ്ടിറ്റേറ്റീവും അതുപോലെ എത്തനോഗ്രാഫിക് റിസർച്ച് മെത്തേഡ്സിന് വളർച്ചക്കൊക്കെ കാരണമായി. ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ തിയറീസ് ഡെവലപ്ഡ് ബൈ ദ ചിക്കാഗോ സ്കൂൾ വിത്തിൻ അർബൻ സോഷ്യോളജി ഹാവ് ബീൻ ക്രിട്ടിക്കലി സസ്റ്റെയിൻഡ് and critiqued, but still remain one of the most significant historical advancement in understanding urbanization and the city within the social science. അപ്പോൾ ഈ ചിക്കാഗോ സ്കൂളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ആശയങ്ങൾ അത് ക്രിട്ടിക്കലി സസ്റ്റെയിൻഡ്, വിമർശനാത്മകമാണെങ്കിലും അത് പോന്ന് പലരും അതിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും അത് പുരോഗതിക്ക് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയുകൊണ്ട് അത് വീണ്ടും നിലനിന്നും പോന്ന്. അങ്ങനെ ഈ അർബൻ സോഷ്യോളജിയുടെ സ്റ്റഡി മെറ്റീരിയൽസ് കൂടുതൽ വിശാലമായിക്കൊണ്ടിരുന്നത്. ഡിസിപ്ലിൻ മേ ഡ്രോ ഫ്രം സെവറൽ ഫീൽഡ്സ്. അപ്പോൾ ഈ അർബൻ സോഷ്യോളജി എന്നുള്ള ഡിസിപ്ലിൻ മേ ഡ്രോ ഫ്രം സെവറൽ ഫീൽഡ്സ്, പല ഫീൽഡ്സിൽ നിന്നും അതിന് സംഭാവനകൾ ലഭിച്ചിട്ടുണ്ട്. ഇൻക്ലൂഡിങ് കൾച്ചറൽ സോഷ്യോളജി, എക്കണോമിക് സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സോഷ്യോളജി. അപ്പോൾ ഈ പറഞ്ഞ സബ്ജക്റ്റ് മാറ്റേഴ്സ് കൾച്ചറൽ സോഷ്യോളജി, എക്കണോമിക് സോഷ്യോളജി, പൊളിറ്റിക്കൽ സോഷ്യോളജി എല്ലാം ഈ അർബൻ സോഷ്യോളജി എന്നുള്ള ആ ഡിസിപ്ലിനെ കൂടുതൽ വ്യാപകം ആക്കാനായിട്ട് സഹായകമായി. The growth of cities and the urbanization of social life have long stood at the center of social science inquiry. Urban housing, politics, intergroup relations, class and stratification patterns, economic structure, demographic trends, and the nature of communities are among the most frequent areas of scholarly investigation. അപ്പോൾ പണ്ഡിതന്മാർ പഠിക്കാനും അന്വേഷിക്കാനും റിസർച്ച് ചെയ്യാനും ഒക്കെ താല്പര്യം കാണിച്ച കുറേ ഫീൽഡ്സ് ആണ് അർബൻ ഹൗസിംഗ്, പൊളിറ്റിക്സ്, ഇന്റർ ഗ്രൂപ്പ് റിലേഷൻസ്, ക്ലാസ്, സ്ട്രാറ്റിഫിക്കേഷൻ പാറ്റേൺസ്, അതുപോലെ എക്കണോമിക് സ്ട്രക്ചർ, ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ആൻഡ് ദ നേച്ചർ ഓഫ് കമ്മ്യൂണിറ്റീസ് ആർ എമംഗ് ദ ഫ്രീക്വന്റ് ഏരിയാസ് ഓഫ് സ്കോളർലി ഇൻവെസ്റ്റിഗേഷൻ. With the advent of globalization and the information and communication technology revolution in a particular have had a profound impact on cities around the world and have rejuvenated academic interest in urban sociology. അപ്പോൾ advent of ഗ്ലോബലൈസേഷൻ മൂലം അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ പോലെ തന്നെ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ റെവല്യൂഷൻ, അപ്പോൾ ഇതെല്ലാം അർബൻ സോഷ്യോളജിയുടെ ആ അക്കാഡമിക് ഇൻട്രസ്റ്റിനെ കൂടുതൽ വ്യാപകം ആക്കിക്കൊണ്ടേയിരുന്നു. These concepts will be discussed in detail in the subsequent units. ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങൾ വീണ്ടും വരുന്ന യൂണിറ്റ്സുകളിൽ കൂടുതൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഷോർട്ടായിട്ട് മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കുക. While both Max Weber and Frederick Engels emphasize the relation between the historical development of the city and its space of life. അപ്പം both Max Weber and Frederick Engels ഈ രണ്ട് സോഷ്യോളജിസ്റ്റുകളും ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് ദ സിറ്റി ആൻഡ് ഇറ്റ്സ് വേസ് ഓഫ് ലൈഫ്, സിറ്റിയുടെ
ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റും അതിൻ്റെ വേസ് ഓഫ് ലൈഫിനെ കുറിച്ചും കൂടുതൽ വ്യക്തമാക്കിയിട്ടുള്ള 2 സോഷ്യോളജിസ്റ്റുകളാണ് മാക്സ് വെബർ ആൻഡ് ഫെഡറിക് ഏഞ്ചൽസ്. അതുപോലെ ജോർജ് സൈമൾ വാസ് മോർ കൺസേൺഡ് വിത്ത് പാറ്റേൺസ് ഓഫ് ആക്ടിവിറ്റി ആൻഡ് വേസ് ഓഫ് തിങ്കിങ്. ഈ വക കാര്യങ്ങൾ ദാറ്റ് വർ ഫൗണ്ട് ഇൻ ദ സിറ്റിയിൽ കണ്ടുവരുന്ന പാറ്റേൺസ് ഓഫ് ആക്ടിവിറ്റി, ആ വേസ് ഓഫ് തിങ്കിങ്, വിചാരത്തിൻ്റെ ആ വിവിധ വശങ്ങൾ അവിടെയുള്ള ആളുകളുടെ സിറ്റിയിലുള്ള അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വ്യക്തമാക്കിയിട്ടുള്ള ആളാണ് ജോർജ് സൈമൾ. ജോർജ് സൈമളിനെയാണ് നമ്മൾ ഫാദർ ഓഫ് അർബൻ സോഷ്യോളജി എന്ന് അറിയപ്പെടുന്നത്. സൈമൾ വാസ് കൺസേൺഡ് വിത്ത് മോഡേണിറ്റി ഓർ ദ ട്രാൻസിഷൻ ഫ്രം എ ട്രഡീഷണൽ സൊസൈറ്റി ക്യാരക്ടറൈസ്ഡ് ബൈ സോഷ്യൽ റിലേഷൻസ് ബേസ്ഡ് ഓൺ ഇൻറ്റിമസി ഓർ കിൻഷിപ്പ്. ഈ സൈമൾ വാസ് കൺസേൺഡ് വിത്ത് മോഡേണിറ്റി. അപ്പോൾ ഈ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയുണ്ട്. ഓരോ സയൻറ്റിസ്റ്റുകളും ഓരോ കാര്യങ്ങൾക്കാണ് കൂടുതൽ മുൻഗണന കൊടുത്തിരുന്നത്. അതുപോലെ സൈമൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് മോഡേണിറ്റി ഓർ ദ ട്രാൻസിഷൻ ഫ്രം എ ട്രഡീഷണൽ സൊസൈറ്റി. അപ്പോൾ ഒരു ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്നുള്ള ട്രാൻസിഷൻ, പരിവർത്തനം, മോഡേൺ സൊസൈറ്റിയിലുള്ള ആ ചലനം. അപ്പോൾ അവിടെ റിലേഷൻ ബേസ്ഡ് ഓൺ ഇൻറ്റിമസി ഓർ കിൻഷിപ്പ്. അപ്പോൾ ആ ട്രഡീഷണൽ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന പ്രൈമറി റിലേഷൻഷിപ്പാണ്, അതായത് ഏറ്റവും അടുത്തിട്ടുള്ള റിലേഷൻഷിപ്പ്, അതായത് ഇൻറ്റിമസി ഓൺ കിൻഷിപ്പ്, ബ്ലഡ് റിലേഷൻഷിപ്പ് പോലെ തന്നെ അത്ര ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ആദ്യ കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്നത്. ആൻഡ് ബൈ എ ഫ്യൂഡൽ എക്കണോമി ബേസ്ഡ് ഓൺ ബാർട്ടർ ടു ആൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി സിറ്റുവേറ്റഡ് വിത്തിൻ ദ സിറ്റീസ് ആൻഡ് ഡോമിനേറ്റഡ് ബൈ പേഴ്സണൽ specialized social relations based on compartmentalized roles known as secondary relations, and by a money economy based on rational calculation of profit and loss. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്നിരുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പ്രൈമറി റിലേഷൻഷിപ്പാണ്. ഓരോരുത്തരും പരസ്പരം വളരെ ഇഷ്ടപ്പെട്ട് നന്നായിട്ടും സൗഹൃദത്തോടുകൂടി മുന്നോട്ട് പോവുക, അങ്ങനെയുള്ള ഒരു രീതിയാണെങ്കിൽ മോഡേൺ അതുപോലെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ വന്നപ്പോൾ ആ റിലേഷൻഷിപ്പൊക്കെ കുറേയും കൂടി വ്യത്യാസമായി, ഇമ്പേഴ്സണലായി, സ്പെഷ്യലൈസ്ഡ് സോഷ്യൽ റിലേഷൻസ് ബേസ്ഡ് ഓൺ കമ്പാർട്ട്മെന്റലൈസ്ഡ് റോൾസ്, ഓരോരുത്തരും അവരവർക്ക് വേണ്ടി എന്നുള്ള ഒരു രീതിയിലായി. അപ്പം മറ്റുള്ളവരെയും കൂടി സഹായിക്കുക അല്ലെങ്കിൽ എല്ലാവരെയും കൂടി കണ്ടിട്ടുള്ള ഒരു തീരുമാനത്തിൽ നിന്ന് സ്വാർത്ഥപരമായിട്ടുള്ള ഒരു നിലയിലേക്ക് മാറുക, അതാണ് സെക്കൻഡറി റിലേഷൻഷിപ്പ്. ആ കാര്യം കാണാനുള്ള റിലേഷൻഷിപ്പ് മാത്രം, അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് ട്രെൻഡായി. ആൻഡ് ബൈ മണി എക്കണോമി ബേസ്ഡ് ഓൺ റാഷണൽ കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പം മണി എക്കണോമി കൂടുതലായിട്ട് ബേസ് ചെയ്തത് ബുദ്ധിപരമായിട്ട് കാൽക്കുലേഷൻസ്, പ്രോഫിറ്റും ലോസും ഒക്കെ നോക്കിയിട്ട് അത്തരം കാര്യങ്ങൾ അതുപോലെയാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അല്ലാണ്ട് വെറുതെ ആരെങ്കിലും സഹായിക്കുക അങ്ങനെയല്ല, എല്ലാവരും ലാഭേച്ഛയോടുകൂടി മുന്നോട്ട് പോവുക, അങ്ങനെ ഒരു രീതിയായി മോഡേൺ രീതിയിലേക്ക് വന്നപ്പോൾ ഫോർ സൈമൾ ദ സബ്റ്റൈൽ ആസ്പെക്ട്സ് ഓഫ് മോഡേണിറ്റി വെർ ഡിസ്പ്ലേസ്ഡ് മോസ്റ്റ് ക്ലിയർലി വിത്തിൻ ദ ലാർജ് സിറ്റി ഓർ മെട്രോപോളിസിസ് ആൻഡ് ത്രോ കോൺഷ്യസ്ലി ഡയറക്റ്റഡ് ബിഹേവിയേഴ്സ്. അപ്പോൾ ഈ മോഡേൺ സിറ്റിയിലാണ് സൈമൾ പറയണത് ഇതുപോലെയുള്ള മോഡേണിറ്റി കൂടുതൽ പ്രദർശിപ്പിക്കപ്പെടുന്നത്. അവിടെ സ്വാർത്ഥതയാണ് കൂടുതലുള്ളത്. ഓരോരുത്തരും അവരവരുടെ പുരോഗതിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മറ്റുള്ളവരെ കുറിച്ച്, തങ്ങളോട് ഒപ്പം ജീവിക്കുന്ന മറ്റുള്ളവരെ കുറിച്ചല്ല, അവനവൻ്റെ ഉയർച്ച, അതാണ് ഓരോരുത്തരും ആധുനിക യുഗത്തിൽ ഉള്ള ആളുകളുടെ ചിന്താഗതി. സൈമൾ ഗീവ്സ് us a social psychology of modernity that Robert Park took to be the sociology of urbanism or urban sociology. Like most areas of sociology, സോഷ്യോളജിയുടെ മിക്കവാറും എല്ലാ ഏരിയയിലും അർബൻ സോഷ്യോളജിസ്റ്റ് യൂസ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. അർബൻ സോഷ്യോളജിസ്റ്റ് യൂസ് ചെയ്യണത് എപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, ഒബ്സർവേഷൻ, സോഷ്യൽ തിയറി, interviews and other methods to study a range of topics including migration and demographic trends, economic poverty,
race relation and economic trends. അപ്പോൾ ലൈക്ക് മോസ്റ്റ് ഏരിയാസ് ഓഫ് സോഷ്യോളജി, സോഷ്യോളജിയുടെ മിക്കവാറും എല്ലാ തലങ്ങളിലും അർബൻ സോഷ്യോളജിസ്റ്റ് ഉപയോഗിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, അതുപോലെ ഒബ്സർവേഷൻ, നിരീക്ഷണം, സോഷ്യൽ തിയറി, ഇന്റർവ്യൂസ് ആൻഡ് അതർ മെത്തേഡ്സ് ടു സ്റ്റഡി റേഞ്ച് ഓഫ് ടോപ്പിക്സ്. ഈ അർബൻ സോഷ്യോളജിയിൽ ഒത്തിരി റേഞ്ച് ഓഫ് ടോപ്പിക്സ് വരണേ, അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ ഇൻക്ലൂഡിങ് അതിൽ വരുന്ന ചില ടോപ്പിക്സ് ആണ് മൈഗ്രേഷൻ, ഡെമോഗ്രാഫിക് ട്രെൻഡ്സ്, എക്കണോമിക് പോവർട്ടി, റേസ് റിലേഷൻ ആൻഡ് എക്കണോമിക് ട്രെൻഡ്സ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നത് മോഡേൺ രീതിയിൽ കൂടി തന്നെയാണ്. അപ്പോൾ സോഷ്യോളജിസ്റ്റ് ഇതിനായിട്ട് യൂസ് ചെയ്യണത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് അവർ യൂസ് ചെയ്യുന്നുണ്ട്, ഒബ്സർവേഷൻ നടത്തുന്നുണ്ട്, സോഷ്യൽ തിയറി ഉണ്ടാക്കുന്നുണ്ട്, ഇന്റർവ്യൂസ് നടത്തുന്നുണ്ട്, ആൻഡ് അതർ മെത്തേഡ്സ് ടു സ്റ്റഡി എ റേഞ്ച് ഓഫ് ടോപ്പിക്സ്. ഒത്തിരി ടോപ്പിക്സ് ഈ അർബൻ സോഷ്യോളജിയുടെ അകത്ത് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിക്കാം. വളരെ സയന്റിഫിക് ആയിട്ടുള്ള രീതികൾ, ഏറ്റവും പുരോഗമനാത്മകമായിട്ടുള്ള രീതികളാണ് ഈ സോഷ്യോളജിസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഭാഗത്ത് ചോദിച്ചിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ്. റൈറ്റ് എ നോട്ട് ഓൺ ചിക്കാഗോ സ്കൂൾ. അപ്പൊ സോഷ്യോളജിയുടെ അർബൻ സോഷ്യോളജിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ചിക്കാഗോ എന്ന സിറ്റിയിൽ കുറെ സോഷ്യോളജിസ്റ്റ് ഒത്തുചേർന്ന് നടത്തിയ സ്കൂളിനെയാണ് ചിക്കാഗോ സ്കൂൾ എന്ന് പറയുന്നത്. ഇനി എക്സ്പ്ലെയിൻ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ലൂയിസ് സ്വിഫ്റ്റ് ടു അർബൻ സോഷ്യോളജി. ആ ഭാഗം നന്നായിട്ട് നോക്കിക്കുക. അതുപോലെ ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നിട്ടുണ്ട്, അതും ലെസൺ വായിച്ചതിന് ശേഷം ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഫീൽഡ് ഓഫ് അർബൻ സോഷ്യോളജി വാസ് recognized with the formal discipline of sociology in United States of America in the late 19th century. However, systematic discipline of urban sociology came into being in the 20th century.